ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അടുത്ത് കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. രാവിലെ ദോശയും ചമ്മന്തിയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. മറക്കാതെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ രാവിലെ ദോശയ്ക്കൊക്കെ ഉള്ള ചമ്മന്തിയൊക്കെ റെഡിയായിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. ഇതെല്ലാം കഴിച്ച് ഇനി കുറച്ച് ജോലിയും കൂടെ ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ഒരു ടിപ്സ് ഉണ്ട്. അത് നമ്മൾ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. എല്ലാ വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്നവരാണെങ്കിലും വീട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും എല്ലാവർക്കും പ്രയോജനപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് നല്ലപോലെ പ്രയോജനപ്പെടും. ഒരുപാട് ചിലവില്ലാതെ സിമ്പിളായിട്ടുള്ള നമ്മുടെ അടുക്കളയിലുള്ള സംഭവങ്ങളൊക്കെ മാത്രം ചേർത്തുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ഇതാണ് ടിപ്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് അത് കണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ നമുക്കത് വീഡിയോയിലൂടെ കാണാമേ. രാവിലത്തെ അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് തുണിയൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴുകി കുളിയെല്ലാം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പം കറിക്കുള്ളതൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കറികളൊന്നും ഇല്ല കേട്ടോ. പാവയ്ക്കത്തോരനും പിന്നെ മീൻ വറുത്തതും ചമ്മന്തി അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കറികളൊക്കെ ഉള്ളൂ. അപ്പം കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോയിൽ ജോമ പറഞ്ഞായിരുന്നു, ജീന മുറ്റത്തൊക്കെ ഇഷ്ടം പോലെ സ്ഥലമില്ലേ, മുറ്റത്തൊക്കെ നിന്ന് വീഡിയോസൊക്കെ എടുക്കത്തില്ലേ എന്നൊക്കെ ചോദിച്ചു. മുറ്റത്തൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ടെന്നേ. പക്ഷേ എന്നാണെന്നറിയാമോ, ഇവിടെ ചുറ്റിനും വീടാണേ, തൊട്ടടുത്തടുത്ത് വീടാണ്. എനിക്ക് ആരെങ്കിലുമൊക്കെ കാണുമ്പോണ്ടല്ലോ ഭയങ്കര ചമ്മലാണ്, അവർ കാണുന്നല്ലോ എന്നുള്ളൊരിതിൽ ഞാൻ കഴിവതും അതുകൊണ്ട് വെളിയിൽ നിന്ന് അങ്ങനെ വീഡിയോ എടുക്കില്ല. പിന്നെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ഒന്ന് എടുക്കുന്നുള്ളൂ. ഒറ്റയ്ക്കൊക്കെ നിന്ന് എടുക്കാണ്ട് എനിക്ക് ഭയങ്കര ചമ്മലാണേ. അതുകൊണ്ട് വെളിയിൽ നിന്ന് മറ്റുള്ളവർ പെട്ടെന്ന് ശ്രദ്ധിക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ വെളിയിൽ നിന്ന് അങ്ങനെ അധികം വീഡിയോ എടുക്കാത്തത്. പിന്നെ എനിക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഡൈനിങ് ടേബിളാണ്. ഈ ഡൈനിങ് ടേബിൾ ഇവിടെയാണ് ഞാൻ കൂടുതലും വീഡിയോ, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇവിടെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ അടുക്കള വശം, പിന്നെ ഞങ്ങളുടെ ബെഡ്റൂം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ അടുക്കള, അതൊക്കെയാണ് എനിക്ക് സേഫ് ആയിട്ടൊന്ന് ചെയ്യാൻ പറ്റിയ സ്ഥലം വരെ. ആരും ഒന്നും പറയത്തൊന്നുമില്ല. പക്ഷേങ്കിൽ നമ്മൾ എന്നാ മറ്റുള്ളവർ എന്നെ എടുക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു ചമ്മൽ. ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വഴിയെ പോകുന്നതിന് എന്ന് കേൾക്കും. അവരോർക്ക് അവരോട് ഞാൻ എന്നതോ പറയുകയെന്ന് ഓർത്തുകൊണ്ട് അതൊക്കെ കൊണ്ട് ഞാൻ പിന്നെ ഫ്രണ്ടിലൊന്നും ഇതങ്ങനെ വീഡിയോ ഒക്കെ പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തേച്ച് പിന്നെ അല്ലാതെ വോയിസ് കൊടുക്കത്തേ ഉള്ളൂ. സ്ഥലമൊക്കെ ഉണ്ടെന്നേ, പക്ഷെ എന്നെ ചെയ്യാനാ, നമുക്ക് അതിനുള്ളൊരു ഇതില്ല, ഒരു ചമ്മൽ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഇന്ന് അടുക്കളയിലെ വിശേഷമൊന്നും ഞാൻ വേറെ കൂടുതലൊന്നും എടുക്കുന്നില്ല കേട്ടോ. എത്ര വീഡിയോ എടുത്താലും കാണാൻ കുറച്ച് പേരുള്ളൂ. പിന്നെ ഇതിന് എനിക്ക് കഷ്ടപ്പെട്ട് ഇത്രയും വീഡിയോസൊക്കെ എടുക്കുന്നത് വെറുതെ കഷ്ടപ്പെട്ടിട്ട് സമയങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോസും ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാം. അപ്പം ഞാനിന്ന് ചെറിയൊരു ടിപ്സും കൊണ്ടാണ് വന്നേക്കുന്ന കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ എല്ലാവരുടെയും കൈ ഇതുണ്ട്. എൻ്റെ കൈ ആണെങ്കിലും കണ്ടോ, ഇപ്പോൾ കണ്ട ഈ കൈ കണ്ടിരിക്കുന്നത്, ഈ കൈക്ക് ഒരിച്ചിരി കളർ വ്യത്യാസം കണ്ടോ. ഈ കൈക്ക് അത്രയില്ല. ഇതിന് നമ്മൾ എപ്പോഴും പാത്രം കഴുകുകയും സോപ്പ് ഒരുപാട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ കൈക്ക് ഇങ്ങനത്തെ കളർ വരുന്ന ഒരുമാതിരി മങ്ങിയ കളർ. അപ്പം ഞാൻ കുറച്ച് ദിവസം ആയതേ ഉള്ളൂ ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്. നേരത്തെയൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ. ചെയ്യുമ്പോൾ എൻ്റെ കൈ എത്ര ജോലി ചെയ്താലും ജോലി ചെയ്യുന്ന കൈയാന്ന് പറയത്തേ ഇല്ല. എന്നപ്പോൾ എന്നോട് എല്ലാവരും പറയുന്നത് വീട്ടിലൊരു പണിയും ചെയ്യലല്ലേ എന്ന് നിൽക്കുന്നത്. പക്ഷേ വീട്ടിൽ പണി ചെയ്യാഞ്ഞിട്ടല്ല, എൻ്റെ കൈ അതുപോലെ സൂക്ഷിക്കുന്നതുകൊണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പിള്ളേർ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി, നമുക്ക് തിരക്കായി, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നമ്മുടെ കാര്യം ശ്രദ്ധിക്കാതെ, പിന്നെ മുഖത്തൊക്കെ പെന്നിലൊക്കെ വാരി തേക്കുന്നതെന്നൊക്കെ ഉള്ളൂ. അല്ലാതെ കൈ നമ്മളങ്ങനെ ഇതായിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ കൈ നമുക്ക് വീട്ടിലുള്ള ചെറിയ സംഭവങ്ങൾ കൊണ്ട് നല്ല, നമ്മുടെ കൈയൊക്കെ കണ്ടപ്പോൾ ഒരുമാതിരി ഉണക്കയില മാതിരിയല്ലേ ഇരിക്കുന്നത്. ഈ ഉണക്കയില പോലെ ഇരിക്കുന്ന കൈ നല്ല പനീർ ചാമ്പയ്ക്ക കണ്ടിട്ടുണ്ടോ, പനീർ ചാമ്പയ്ക്ക പോലെ ആക്കിയെടുക്കാൻ പറ്റും നമുക്ക്. വലിയ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ കടയിലൊക്കെ ക്രീമും കാര്യങ്ങളൊക്കെ നമ്മൾ ദിവസം വരുത്തേക്കണമെങ്കിൽ നല്ല വിലയാണ് ഇപ്പോൾ എല്ലാ ക്രീമിനും. ഒരു ക്രീം ഇടാതിരിക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പം നമ്മുടെ അടുക്കളയിലുള്ള ചെറിയ കാര്യങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാം. അടുക്കളയിലുള്ള ചെറിയ കാര്യം വെച്ചാൽ ഒന്നേ ഉള്ളൂ നമ്മുടെ അടുക്കളയിലുള്ളത്. ഇത് കേട്ടോ, നല്ല വെളിച്ചെണ്ണ തന്നെ. ഞാനിവിടെ കവറെണ്ണ മേടിക്കുന്നത് കേട്ടോ, അല്ലാതെ അല്ല ആട്ടിയ മില്ലിന്നോ അങ്ങനെയൊന്നും. നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കാൻ എടുക്കുന്ന എണ്ണ തന്നെയാണ്. പിന്നെ ഇത് കേട്ടോ, വൈറ്റമിൻ ഇ. ഇതിൻ്റെ എവിടെ ഓർട്ടോ ഞാൻ പൊട്ടിച്ചായിരുന്നു കേട്ടോ. അതെവിടെയാണ് നോക്കട്ടെ, ഞെക്കി പോകുമ്പോൾ ഒരു സൈഡിൽ കൂടെ വരുന്നില്ലേ, ഇതുവഴി വരുന്നുണ്ട്. ഇതേട്ടെ, ഇതിൻ്റെ ഒരു 2 തുള്ളി മതി. ഞാനൊരു പിന്നു കൊണ്ടാണ് കുത്തിയത്. ചില സമയത്ത് പിന്നുകൊണ്ട് കുത്തിയാലുണ്ടല്ലോ ഇതങ്ങോട്ട് ഇത് മതി. എന്നിട്ട് ഇത് ഞാൻ മുഖത്ത് തേക്കാൻ എടുത്തതിൻ്റെ ബാക്കി ഇരുന്നതാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇത് കണ്ടോ, നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ കയ്യിൽ ഇത് കണ്ടോ ഇങ്ങനെ
കൈയുടെ വെള്ളയിലും കൈയുടെ പുറത്തും നല്ലപോലെ തേച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ പണിയെല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ മതി കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞാൽ TV ഒക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കത്തില്ലേ, ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കയ്യിൽ നമ്മളൊന്ന് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാൻ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഉണക്കയില പോലെ ഇരിക്കുന്ന കൈ ഉണ്ടല്ലോ നല്ല അടിപൊളി കൈയായിട്ടിരിക്കും. നമ്മൾ ഇതുപോലെ കൈ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. വിരലും എല്ലാം നല്ലപോലെ ഈ ചുളിവൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. കൈ നല്ല സോഫ്റ്റ് ആകും. നമുക്ക് കൈക്കൊരു പ്രത്യേക ഭംഗി വരും. ഒറ്റ ദിവസം കൊണ്ട് ചെയ്താൽ തീരെയല്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ദിവസം കിടന്ന് കൈയിൽ ഇമാതിരി പണിയെല്ലാം ചെയ്ത് വെച്ച് ഒരു ദിവസം കൊണ്ട് നമ്മുടെ കൈ നല്ല ഇതാട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിയാൽ നടക്കത്തില്ല. പക്ഷേങ്കിൽ ഇത് കൈയെ 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് പറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകും. കൈകൾക്ക് നല്ല ഭംഗി തോന്നാൻ തുടങ്ങും. നമ്മുടെ വിരലുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പാത്രം കഴുകുന്നുണ്ട് നമ്മുടെ കൈക്ക് ആ ഒരു ഗ്ലേസിങ് പോകും. നമ്മുടെ കൈ ഒരുമാതിരി മുരുമുരാന്ന് അങ്ങോട്ടാകും. പിന്നെ ഇപ്പോഴത്തെ ഈ വിമ്മിൻ്റെ ലിക്വിഡ് എനിക്കാണെങ്കിൽ ഈ ലിക്വിഡ് പിടിക്കും, പക്ഷേ മറ്റേ കട്ട പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എന്നാണെന്നറിയോ, കട്ട അധികം അങ്ങനെ ഉപയോഗിക്കത്തേ ഇല്ല. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈ എല്ലാം ഇതുണ്ടോ, കൈയുടെ കണ്ടോ ഇപ്പോൾ നല്ല ഇതായിട്ട് വന്നില്ലേ. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നും. 2-3 ദിവസത്തേക്ക് ഇങ്ങനൊന്ന് നമ്മൾ ഈ പരിപാടി ജോലി എല്ലാം കഴിഞ്ഞേച്ച് നമ്മൾ ഇരിക്കുമ്പോൾ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുമോ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചുമ്മാ ഇങ്ങനെ കൈ വെറുതെ ഒന്നും പ്രത്യേകിച്ച് മെനക്കെടുള്ള പണിയൊന്നുമല്ല. ഒരു ഇച്ചിരി എടുത്താൽ മതി വെളിച്ചെണ്ണ, ഒരിച്ചിരി വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളും കൂടെ എടുത്താൽ മതി. അതിന് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. ഒത്തിരി ഒന്നും മേടിക്കുകയൊന്നും വേണ്ട. ഒരു 3 ക്യാപ്സൂൾ മേടിച്ചാൽ മതി. നമുക്ക് കുറേ നാളത്തേക്കാണ്. കാര്യം നമ്മൾ 2 തുള്ളി അതിൽ നിന്ന് എടുക്കുന്നുള്ളൂ. എന്നിട്ട് കയ്യെ നല്ലപോലെ തേച്ച് നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ. അല്ല അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഉച്ചയ്ക്ക് എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്കത്തെ പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കുറേ നേരം ഉച്ചയ്ക്കത്തെ ഊണും കഴിഞ്ഞ് പാത്രം കഴിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ നേരം നമുക്ക് സമയമുണ്ട് വീട്ടിൽ ഇരിക്കാനായിട്ട്. ആ സമയത്ത് നമ്മൾ ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അതിന് കഴിയുമ്പോഴത്തേക്ക് കൈ നല്ലപോലെ ഒന്ന് കഴുകിയാൽ മതി. നമ്മുടെ നഖത്തിനൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഒരു നല്ല ഭംഗി കിട്ടും. ഞാനിപ്പോൾ എൻ്റെ ക്യൂടെക്സ് ഒക്കെ കളഞ്ഞു വെച്ചേക്കുവാണ്. കയ്യിൽ നിന്നിട്ട് ഇനി ക്യൂടെക്സ് ഒക്കെ ഇടണം. കൈയെല്ലാം നല്ലപോലെ ഒന്ന് ഇതാക്കി വെച്ച് ഞാൻ ഇതുപോലെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് എന്നോട് മിക്കവരും ചോദിക്കാറുണ്ട്, ഇപ്പോഴും ചിലരൊക്കെ ചോദിക്കാറുണ്ട്, വീട്ടിൽ വലിയ ജോലിയൊന്നും ഇല്ല അല്ലേ എന്ന്. പക്ഷേ ജോലി രണ്ടല്ല, ജോലിയുണ്ട്. പക്ഷെ അതുപോലെ തന്നെ എൻ്റെ കൈയും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് പക്ഷേ ഈ വൈറ്റമിൻ ഇയുടെ സംഭവമൊന്നും ഇല്ല കേട്ടോ. തൈരൊക്കെ ഞാൻ കയ്യെ പുരട്ടുമായിരുന്നു. വീട്ടിലെല്ലാ ജോലിയും ചെയ്യുമായിരുന്നു. പക്ഷെങ്കിൽ കൈയും കാലും എനിക്ക് ഭയങ്കര അന്ന് മുഖത്തൊന്നും വരുത്തൊക്കെ തോന്നില്ലായിരുന്നു കേട്ടോ. കൈയും കാലും എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കൈയും കാലും നല്ല നല്ല വൃത്തിയായിട്ട് ഇരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഇപ്പം ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 2-3 ദിവസത്തിനുള്ളിൽ നല്ല റിസൾട്ട് കിട്ടും. നമ്മുടെ കൈ എത്ര പന്നലായിട്ടിരിക്കുന്ന കൈയാണെങ്കിലും ഉണ്ടല്ലോ നല്ല അത് പുരട്ടി കഴിഞ്ഞപ്പോൾ തന്നെ കൈക്കൊരു ഇത് വന്നാണ്ടോ, നല്ലൊരു ഇത് കിട്ടും കൈക്ക്. ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കുറച്ച് നേരം പിന്നെ കഴുകി കളഞ്ഞാൽ മതി. കൈ നല്ല നല്ല അടിപൊളിയായിട്ട് കൈയിരിക്കും. ഒന്ന് ചെയ്ത് നോക്കാം. വലിയ ചിലവില്ലാത്ത കാര്യമല്ലേ ഇത്. വെളിച്ചെണ്ണ തന്നെ തേക്കുമ്പോൾ നമുക്ക് അത്രയും ഒരു ഇത് കിട്ടത്തില്ല കേട്ടോ. ഈ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളും കൂടെ തേക്കുമ്പോൾ അത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. ഈ ക്യാപ്സൂള് ഇതുണ്ട് പച്ച കളറാണ്. അപ്പം എല്ലാവരും നോക്കുക, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടായിരിക്കും. നിങ്ങൾ ഇതൊക്കെ വലിയ ചിലവില്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് ശ്രമിച്ച് നോക്കുക. കൈക്ക് നല്ല വ്യത്യാസം വരും. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം എന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ തുണിയൊക്കെ എനിക്കൊന്ന് മടക്കിയൊക്കെ വെക്കണം കേട്ടോ, കൊടുത്തു വിടാനായിട്ടുള്ളത്. അതെല്ലാം ബക്കറ്റിൽ കൊണ്ട് ഇങ്ങനെ വെച്ചേക്കുന്നതേ ഉള്ളൂ. അതിലൊന്ന് മടക്കണം. പിന്നെ കുറച്ച് വിരിച്ചിട്ടിട്ടുണ്ട്, അതെല്ലാം എടുക്കണം. പിന്നെ അടുക്കളയിൽ കുക്കിംഗ് ഒന്നും ഇനി പ്രത്യേകിച്ച് അങ്ങനെ എടുക്കുന്നൊന്നുമില്ല. വെച്ചാൽ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി തോരൻ മാത്രം വെച്ചാൽ മതി. അതിനെല്ലാം റെഡിയാക്കി വെച്ചേക്കും. അത് അടുപ്പിലിട്ടൊന്ന് വെച്ചാൽ മാത്രം മതി. അല്ലാതെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും കഴിക്കുക. എല്ലാവരും വെച്ചാൽ ഞാൻ ചേട്ടനേ ഉള്ളൂ. അച്ഛൻ ഇന്ന് ക്ലാസ് ഇല്ല. പക്ഷേ അവൾ NSSൻ്റെ എൻ്റെ പരിപാടി ഉണ്ട്. ഇന്ന് പുതിയ പിള്ളേരുടെയൊക്കെ +1 ഇതല്ലേ. അപ്പോൾ ഇവർ NSSൻ്റെ അങ്ങനെയുള്ളവർ അവിടെ ചെന്ന് അങ്ങനെയായിട്ടൊക്കെ പരിപാടിയോ മീറ്റിങ്ങോ കാര്യങ്ങളായിട്ടൊക്കെ ഉണ്ട്. അവൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല. വരുമെന്ന് പറഞ്ഞിട്ട് പോയേക്കുന്നത്. ഇനി അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടെങ്കിൽ ഞാൻ എടുക്കാം കേട്ടോ. ഒരുപാട് വലിച്ച് നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ കുറച്ച് പേര് നമ്മുടെ വീഡിയോസ് കാണാനുള്ളൂ. അവർക്ക് വേണ്ടി കുറച്ച് വീഡിയോ ചെയ്യുക, അതാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒരുപാട് കുക്കിംഗ് ഒന്നും ഇനിയിപ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഞാൻ അന്നേരം എൻ്റെ കയ്യെ പറ്റിയിട്ട് അന്നേരം എന്നെ കഴുകി കളഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല അടുക്കള കുറച്ചും കൂടെ ജോലി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ കയ്യിൽ അത് വീണ്ടും പുരട്ടി കൈ നല്ലപോലെ മസാജ് ചെയ്ത് എൻ്റെ കൈയുടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഈ വലത്തെ കൈയുടെ ഇവിടെയൊക്കെ ഒരു തഴമ്പ് പോലെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഈ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെന്ന് തോന്നി. ഈ അച്ഛൻ ഒരു പ്രായമായപ്പം തൊട്ടേ തുടങ്ങിയതാണ് ഈ ചപ്പാത്തിക്ക് മാവ് കുഴക്കൽ.
അതിൻ്റെയാന്ന് തോന്നി ഇവിടെ. പക്ഷെ അതൊക്കെ ഇപ്പം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ നല്ലപോലെ ഇങ്ങനെ പുരട്ടി കൊടുക്കുന്നുണ്ട്. ഈ കയ്യിൽ എനിക്ക് അത്രയും പ്രശ്നമില്ല. ഈ വലത്തെ കൈയിലാണ് ഭയങ്കര ഇതായിട്ടുള്ളത്. പാത്രം കഴുകുന്നതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഈ കൈ കൊണ്ടല്ലേ സോപ്പിട്ടെടുക്കുകയും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ഈ കൈക്കൊരു വ്യത്യാസം. പക്ഷെ നേരത്തിലൊക്കെ ഒരുപാട് മായം വന്നിട്ടുണ്ട്. പിന്നെ കയ്യിൽ ചുളിവ് എന്ന് വെച്ചാൽ ഒത്തിരി ആ ഒരു എന്നാ വിമ്മിൻ്റെ കട്ടയൊക്കെ ഉപയോഗിച്ച് എൻ്റെ കയ്യിൽ ഒരുമാതിരി ചുളിവ് പോലൊക്കെ വന്നായിരുന്നു. അതൊക്കെ എനിക്ക് മാറി കിട്ടി കേട്ടോ. കൈ ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, സ്കിന്നൊക്കെ നല്ല ഇതായിട്ടുണ്ട്. അപ്പം കയ്യിൽ ഞാൻ ക്യൂടെക്സ് ഒക്കെ ഇട്ടു. ഈ കറുത്ത ക്യൂടെക്സ് മേടിച്ചപ്പോൾ ഉണ്ടല്ലോ, ഞാൻ അച്ഛൻ്റെ അടുത്ത് ഒരുപാട് വഴക്കുണ്ടാക്കി കേട്ടോ, ഈ കറുത്ത ക്യൂടെക്സ് ആരെങ്കിലും ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവൾ എന്നോട് അന്നേരം പറഞ്ഞു, അമ്മ അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മനസ്സില്ലാ മനസ്സോടെ മേടിച്ചെടുത്തൊരു ക്യൂടെക്സ് ആട്ടോ. പക്ഷെ ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഇതാണ്. ഞാൻ ഇതാണ് എപ്പോഴും കയ്യിലിടുന്നത്. കറുപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര വൃത്തികേടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു കറുത്ത ക്യൂടെക്സ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടാൽ അത് തന്നെയായിരിക്കും പിന്നെയും പിന്നെയും ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് അത് തന്നെ വേറൊരെണ്ണം മാറി ചുവപ്പ് കളറൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇപ്പം ഇതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. അതുപോലെ ഇന്നിവിടെ ഭയങ്കര കാറ്റായിരുന്നു. തൊട്ടടുത്ത വീട്ടിൽ പിന്നെ നമ്മൾ താഴെ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, ആ വീടിൻ്റെ പുറത്തൊക്കെ മരങ്ങൾ ഒടിഞ്ഞു വീണു. അത് ഒരു വീട്ടുകാരെ തന്നെയാണ്. തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒടിഞ്ഞു വീണ് നമ്മുടെ താഴെ പിന്നെ ഷെഡിലാണ് വീണത്, കുഴപ്പമൊന്നുമില്ല. ഇപ്പം എല്ലായിടത്തും നല്ല കാറ്റും മരം ഒടിഞ്ഞു വീഴലും. ഞങ്ങൾക്ക് കറണ്ട് വന്നും പോയി നിൽക്കും. ഇപ്പോൾ വന്നിട്ടുണ്ട്, വന്നും പോയി കറണ്ട് നിൽക്കുവാണ്. അപ്പം നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.